വയനാട് ചാലിയാറിൽ നിന്ന് കണ്ടെത്തിയ ഒരു മൃതദേഹവും 3 ശരീരഭാഗങ്ങളും ഇന്ന് സംസ്കരിക്കും. HML പ്ലാന്റേഷൻ പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് അർജുൻ PS ചേരുന്നു. അർജുൻ, ഇന്നും ജനകീയമായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. ഈ തിരച്ചിലിലാണോ മൃതദേഹവും അതുപോലെ ശരീരഭാഗങ്ങളും കണ്ടെത്തിയത്? എന്താണ് വിശദാംശങ്ങൾ അർജുൻ? ഇന്ന് നടത്തിയ തെരച്ചിലാണ് ഈ ഒരു മൃതദേഹവും 3 ശരീരഭാഗങ്ങളും ലഭിക്കുന്നത്. അതായത് രാവിലെ തന്നെ SOG ആർമി സംഘങ്ങളടക്കം ഇത്തരത്തിൽ ഹെലികോപ്റ്ററിൽ എത്തിയാണ് ഈ ഒരു മൃതദേഹവും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നത്. തുടർന്ന് ഈ ഒരു മൃതദേഹം HML പ്ലാന്റേഷനിൽ അല്പസമയത്തിനകം, അതായത് ഏകദേശം ഒരു 4:30 സംസ്കരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതുശ്മശാനത്തിലാണ് സംസ്കരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ജനകീയമായിട്ടുള്ള ഒരു തെരച്ചിൽ നമുക്ക് കാണുവാൻ സാധിച്ചില്ല. ഒരു ജനകീയ തെരച്ചിൽ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. കാരണം സമീപ പ്രദേശവാസികൾ ആരും തന്നെ ഇന്ന് തെരച്ചിലിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ഫോഴ്സുകൾ, അതായത് വിവിധ ഫോഴ്സുകൾ മാത്രമാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. ഈ തെരച്ചിൽ തുടരുമെന്നും, എന്നാൽ ഈ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരമല ഭാഗങ്ങളിലെ തെരച്ചിൽ ഏകദേശം അവസാന ഘട്ടത്തിലാണെന്നും ADGP അജിത് കുമാർ നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സൂചിപ്പാറ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ തെരച്ചിലുകൾ ഇനിയും ഉണ്ടാവുക. വരും ദിവസങ്ങളിലും സൂചിപ്പാറ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലും നാളെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള സൂചനയാണ് ADGP അടക്കം നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല നാളെ കൂടുതൽ ഒരു തെരച്ചിൽ, അതായത് വിവിധ ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞ് ഇപ്പോൾ 6 സോണുകളിലായാണ് ഈ ഒരു തെരച്ചിൽ നടത്തുന്നത്. അത് കൂടുതലായി വിപുലീകരിച്ച്, എന്നാൽ ഈ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരമല എന്നിവിടങ്ങളിൽ മാത്രമല്ലാതെ ഒതുക്കാതെ, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് തെരച്ചിൽ കുറച്ചുകൊണ്ട് പിന്നീട് ഈ ഒരു പ്രദേശത്തേക്ക്, അതായത് നമ്മുടെ ഈ ചാലിയാറിന്റെ ഭാഗത്തേക്ക് കൂടുതൽ തെരച്ചിൽ നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള തെരച്ചിലായിരിക്കും നാളെ ഉണ്ടാവുക. ഇന്ന് എന്നിരുന്നാൽ തന്നെയും ഒരു ജനകീയ തെരച്ചിൽ നമുക്ക് ഈ പ്രദേശങ്ങളിൽ കാണുവാൻ സാധിച്ചിരുന്നില്ല. അർജുൻ, സംസ്ഥാനത്ത് വീണ്ടും കനത്ത മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. ഇന്ന് വയനാട്ടിൽ എങ്ങനെയാണ് കാലാവസ്ഥ? തീർച്ചയായും ഇന്ന് കഴിഞ്ഞ ദിവസം നല്ല രീതിയിലുള്ള ഒരു മഴ ഈ പ്രദേശങ്ങളിലാകെ പെയ്തിരുന്നു. അതായത് വയനാട് ഒട്ടുക്ക് പെയ്തില്ല, എന്നിരുന്നാൽ തന്നെയും ചൂരൽമലയുടെ ഭാഗങ്ങളിൽ മഴ പെയ്തിരുന്നു. ആ ഒരു ഭാഗങ്ങളിൽ, അതായത് പ്രദേശ സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്തിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ മഴയിലും മുണ്ടക്കയിലും ചെറിയ രീതിയിലുള്ള ഒരു മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് പിന്നീട് ഈ ഒരു ബെയിലി പാലം അടച്ചിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് വൈകുന്നേരമായപ്പോഴേക്കും ഈ ബെയിലി പാലം അടക്കുകയും പിന്നീട് ആ ഒരു സ്ഥലത്തേക്ക് പ്രവേശനം അനുവദിക്കാത്ത ഒരു സ്ഥിതിയും വന്നിരുന്നു. തുടർന്നാണ് ഇന്ന് കാലാവസ്ഥ അനുകൂലമായതോടെ കൂടി വീണ്ടും ബെയിലിപ്പാലം തുറക്കുന്നതും മുണ്ടക്കൈ ഭാഗത്തേക്ക് ഏവർക്കും പ്രവേശിക്കാനുള്ള ഒരു അനുമതി ലഭിക്കുന്നതും ഇന്നാണ്. ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയൊക്കെ പരമാവധി നിയന്ത്രിച്ചിട്ടുണ്ട്. അതായത് വിവിധ സംഘടനകളെ അങ്ങോട്ട് കിടക്കേണ്ടതില്ല, കാരണം അത്തരത്തിലുള്ള ഒരു തെരച്ചിൽ ഇനി ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള വിലയിരുത്തൽ. അത്തരത്തിലുള്ള ഒരു തെരച്ചിൽ നടത്തിയിട്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതടക്കമാണ് ADGP നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു സംഘം ഇന്ന് ഈ പ്രദേശത്ത് പരിശോധന നടത്തുമെന്ന് നേരത്തെ തന്നെ നമ്മളെ അറിയിച്ചിരുന്നു. പക്ഷേ ഇതുവരെയും ആ പരിശോധന നടന്നിട്ടില്ല. 19-ാം തീയതി വീണ്ടും കേന്ദ്രത്തിലെ ഒരു സംഘമടക്കം ഇവിടേക്ക് പരിശോധനയ്ക്ക് വരുന്നുണ്ട്. അതായത് ശാസ്ത്രജ്ഞന്മാർ അടക്കമുള്ള ഒരു സംഘമാണ് ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരും കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിവിധ പഠനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ജോൺ മത്തായി, അതായത് ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയും സംഘവുമാണ് 19-ാം തീയതി ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. 19-ാം തീയതി മുതൽ അവർ കൃത്യമായി തന്നെ ഈ ഒരു പ്രദേശങ്ങളിലെത്തി പഠനം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.